നാടെങ്ങും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓളത്തിൽ മുങ്ങുമ്പോൾ മൂക്കത്ത് തളം കെട്ടിക്കിടക്കുന്ന ഒരു ഗ്രാമമുണ്ട് വയനാട്ടിൽ. ഉരുൾപൊട്ടൽ കവർന്ന മുണ്ടക്കയിൽ നിന്നും പറിച്ചു നടപ്പെട്ട പ്രദേശവാസികളുടെ ജന്മനാട്ടിലെ അവസാന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തലാകും ഇത്. തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്ന പ്രിയപ്പെട്ട നേതാക്കളെയും വോട്ട് രേഖപ്പെടുത്തിയിരുന്ന വിദ്യാലയവും ദുരന്തത്തിൽ നഷ്ടമായി. മേപ്പാടി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ 191-ാം നമ്പർ വീട്. ഇതുപോലെയുള്ള വീടുകളാണ് ഈ നാട്ടിലെല്ലാം. എങ്ങും കാട് മൂടി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമം വോട്ട് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ഇന്ന് പേരിന് മാത്രമാണ് മുണ്ടക്കൈ എന്ന ഭൂപ്രദേശം. ഇത് മനുഷ്യരില്ലാത്ത മുണ്ടക്കൈ. തെരഞ്ഞെടുപ്പ് കാലമെന്നാൽ ഈ നാടിന് ഉത്സവമായിരുന്നു. തോട്ടം മേഖലയായതിനാൽ എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ദുരന്തം എല്ലാം കവർന്നു. പോളിംഗ് ബൂത്തായിരുന്ന വിദ്യാലയവും തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്ന നേതാക്കളെയും നഷ്ടപ്പെട്ടു. നമ്മൾ ആൾക്കാർ കുറേ പേര് വിട്ടുപോയി. രാഷ്ട്രീയപരമായിട്ട് ഇവിടെ നേതാക്കന്മാരായിരുന്നു അധികം കൂടുതൽ പേരുണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്തു പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിൻ്റെ എടുത്തു പറയുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അലിക്ക, കോൺഗ്രസിനെ പറഞ്ഞ വാർഡ് പ്രസിഡന്റ് സലീംക, അതുപോലെ തന്നെ CPM-നെ പറ്റി CPI-ൻ്റെ വാർഡാണിത്. CPI സുദേവൻ, വിജയേട്ടന്, BJP-യുടെ സുബ്രഹ്മണ്യൻ, ഇവരുടെ മുഖമാണ് ഈ പാർട്ടിയുടെ മുണ്ടക്കായി നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. ഇന്ന് നമ്മൾ വോട്ടർപട്ടിക പരിശോധിക്കുമ്പോൾ അവരൊന്നും നമ്മളെ കൂടെ ഇല്ല. അതാണ് വലിയൊരു സങ്കടമായിട്ട് തോന്നുന്നത്. പുനർനിർണയത്തോടെ മുണ്ടക്കൈയും ചൂരൽമലയും ഇപ്പോൾ ഒറ്റ വാർഡാണ്. ഇത്തവണത്തെ പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത് ചൂരൽമലയിലാണ്. നേരത്തെ 10-12 വാർഡുകളിലെ പോളിംഗ് ബൂത്തായിരുന്ന വെള്ളാർമല സ്കൂളും ദുരന്തത്തിന്റെ ബാക്കി പത്രമായി തുടരുകയാണ്. ഈ വാർഡിൽ തന്നെ 700 പേരടക്കം പുറത്തുള്ളത്. അത് പറയാൻ കാരണം തന്നെ നമ്മൾ ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അധികം പേര് ഹൈസ്കൂളിൽ നമുക്ക് ഉൾപ്പെട്ടൽ ബാധിച്ച ഒരു പ്രദേശമാണ് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗം വരുന്നത്. അവിടുത്തെ ആൾക്കാരെ കൊണ്ടുവരണം, മുണ്ടക്കായത്തെ ആൾക്കാരെ കൊണ്ടുവരണം. സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും വലിയൊരു ടാസ്ക്കാണ്. വോട്ടർമാരെത്തിക്കേണ്ട വലിയൊരു ടാസ്ക്കാണ്. ദുരന്തത്തിന്റെ ഇരകളായ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ സർക്കാർ ടൗൺഷിപ്പിലേക്കും സന്നദ്ധ സംഘടനകൾ ഒരുക്കുന്ന ഭവന പദ്ധതികളിലേക്കും മാറുന്നതോടെ വോട്ടുകളും അതത് പ്രദേശങ്ങളിലേക്ക് മാറും. ദുരന്തത്തിനിപ്പുറം ചിതറിപ്പോയ മനുഷ്യർ ഇവിടേക്ക് വീണ്ടും എത്തും. ജനിച്ചു വളർന്ന മണ്ണിലെ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ. മനു ദാമോദരനൊപ്പം ചൂരൽമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.